നല്ല വീർത്തിരിക്കണ കടയിലൊക്കെ കിട്ടുന്ന പഴംപൊരി എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. നമുക്കും അത് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാം കേട്ടോ. സോഡാപ്പൊടിയോ ദോശമാവോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇടിയപ്പത്തിൻ്റെയൊക്കെ മാവുണ്ടല്ലോ, നൈസായിട്ടുള്ള ആ മാവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നേന്ത്രപ്പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. ഒരു നുള്ളു ഉപ്പ് ചേർത്ത്. ഈസ്റ്റ് വളരെ കുറച്ച് മതി. നമ്മൾ അപ്പക്കാരത്തിനും ദോശമാവിനൊക്കെ പകരമായിട്ടാണ് ഈസ്റ്റ് എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്കിതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം, കൈ ഇട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളരുത്, ആ ഒരു ചെറിയ ചൂടുള്ള വെള്ളം ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാം ഒരേ ബൗളിൽ തന്നെ അളന്നെടുത്താൽ മതി, അല്ലാതെ അളവ് കപ്പൊന്നും വേണമെന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിന് മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കണം. ഞാൻ 1 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിനകത്തോട്ട് ചെറിയൊരു കളർ കിട്ടാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു 3 നേന്ത്രപ്പഴം, ഏകദേശം ആ ഒരു കണക്കിലാണ് ചെയ്യുന്നത്. മീഡിയം സൈസിൽ 3 നേന്ത്രപ്പഴം നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു നേന്ത്രപ്പഴത്തിന് 3 ഐറ്റം ഞാൻ കട്ട് ചെയ്തിട്ടില്ല. നല്ല പഴുത്ത പഴമൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് മാവിനകത്തോട്ട് ഈ നേന്ത്രപ്പഴം നന്നായിട്ടൊന്ന് മുക്കിയെടുക്കും. ഇത് ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കിട്ടൂല. ഈ ഒരു തിക്നെസ്സിൽ തന്നെ വേണം മാവിരിക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് മാവ് ഇതിലൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിലിട്ട് നമുക്കിതിനൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ എണ്ണ ചൂടുണ്ടാവണം, അത് നോക്കുക. പഴം എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം 2 സൈഡും വേവിച്ചെടുക്കുക. ഇടുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് ബോൾ മാതിരി പൊങ്ങി വരും, നമ്മൾ ഈസ്റ്റ് ചേർത്തുകൊണ്ട് തന്നെ. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഈസ്റ്റ് ചേർക്കുമ്പോൾ അത് ഒരുപാട് കൂടുതൽ എടുക്കരുത്, അപ്പോൾ ഒരുപാട് അങ്ങ് ഫ്ലഫി ആയിട്ട് പോവും. അപ്പോൾ 3 നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ട് നമ്മളിത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവണമെന്നുണ്ടെങ്കിൽ അത്രയും നേരം വെക്കാം കേട്ടോ. ഞാൻ ഈ ഒരു കളറിലാണ് എടുക്കുന്നത്. നല്ല എന്താ പറയുക, വീർത്തുരുണ്ട പഴംപൊരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്, അധികം എണ്ണയും കുടിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെ നല്ല കിട്ടിലെ റെസിപ്പീസ് നമ്മൾ എന്നും ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് പോവുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.